അജായിബുൽ അർള് സബഅ, അതിൽപ്പെട്ട ഒന്നാണല്ലോ ഇത്. ഇത് ഖസർ മൊത്തമായിട്ട് ഇബ്നു സിയാദിൻ്റെ ഖസർ കൊട്ടാരം മൊത്തം താഴത്തേക്ക് താഴ്ന്നു പോയതാണ്. അതിൻ്റെ മുകൾ ഭാഗം മാത്രമേ ഉള്ളൂ ഇവിടെ, ബാക്കിയൊക്കെ ഭൂമിയിലേക്ക് താഴ്ന്നു പോയതാണ്. ഇത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളത്. ഇതാണ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്. കൂഫയിലുള്ള അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വീടാണിത്. ഇതിൽ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ റൂമുകളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പോയി നോക്കാം. ഇതാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു താമസിച്ചിരുന്ന വീട്. മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഉണ്ടോ ചെറിയ ചെറിയ റൂമുകൾ, ആ കാലഘട്ടത്തിലുള്ള റൂം തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ഇതൊക്കെ കണ്ടോ ചെറിയ റൂമുകൾ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. പ്രധാനപ്പെട്ട മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഷഹീദായപ്പോൾ കുളിപ്പിച്ച സ്ഥലം ഇവിടെ പ്രത്യേകമായി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് കുളിപ്പിച്ചതും കഫൻ ചെയ്തതൊക്കെ. അല്ലാഹ്, ഇതാണത്. ഇത് അതിങ്ങനെ ഒരു സ്ഥലമാക്കി വെച്ചേക്കാം. കുളിപ്പിച്ച സ്ഥലം മഹാനവറുകളെ. ഇത് വേറെ റൂമാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയാൽ ഇവിടെ ഇവിടുത്തെ പാനി വെള്ളം എടുത്തിരുന്ന കിണറാണിത്. കിണർ അതിലൊക്കെ ഇപ്പോൾ പൈസ ആണെന്ന് മാത്രം. ഫുള്ള് പൈസ. ഇമാം അലി, കിണറിലിപ്പോൾ അന്തർ പൂര പാനി നെയ്യ് പൈസ. ഇതാ പഴയ കിണറിലാണ് കാണുന്നത്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഇത് പ്രത്യേക രൂപത്തിൽ രൂപകൽപ്പന ചെയ്തതാണ് ഈ വീട്. ഉണ്ടോ? ഇത് ഇങ്ങനെ ചെറിയ ചെറിയ മുറി അറയൊക്കെ ഉണ്ട് ഇതിന്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഉണ്ടോ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റൂമുകൾ. ഇതിൻ്റെ നല്ല രൂപത്തിലാണ് ഇതിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. മാഷാ അല്ലാഹ്.